Hi everyone, welcome back to my channel. എൻ്റെ ഈ സൗണ്ട് മാത്രമേ ഇതുവരെ നിങ്ങൾ കേട്ടിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ സ്ക്രീനിന് മുന്നിൽ വന്നിരിക്കുകയാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ചാനലിന് 1K സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. അതുമാത്രമല്ല ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് വെഡ്ഡിംഗ് ആനിവേഴ്സറിയും കൂടിയാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. എൻ്റെ വീഡിയോസിലൂടെ ഒരാളും കൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളാണ് നമ്മുടെ ഐഷ മഹ. നമ്മുടെ ഐശ്വര്യത്തിന്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തവർക്ക് ഒത്തിരി താങ്ക്സ്. നമുക്ക് ഇനി ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ പോവാം, ഒരു ആനിവേഴ്സറി കേക്ക്. ഓക്കെ ഐഷു? യെസ്. നമുക്ക് ഫസ്റ്റ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് സെറ്റാക്കി വെക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. കേക്ക് നല്ല സോഫ്റ്റായി ലംസ് ഒന്നും ഇല്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് 2-3 പ്രാവശ്യം വേണമെങ്കിൽ ചെയ്യാം. ഞാനിവിടെ ഒരു പ്രാവശ്യമേ ചെയ്തിട്ടുള്ളൂ. നല്ല ഫൈനായിട്ടുള്ള പൊടി തന്നെയാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ കാഡ്ബറിയുടെ കൊക്കോ പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കണം. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഒരു 1/4 കപ്പ് പഞ്ചസാര നമുക്ക് പൊടിച്ച് മാറ്റി വെക്കണം. ഇനി നമുക്ക് 3 റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട ബീറ്റ് ചെയ്യണം. മുട്ടയുടെ ചുവ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വനില എസൻസും പിന്നെ 1/4 കപ്പ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച 1/4 കപ്പ് പഞ്ചസാര ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് പിന്നെയും ബീറ്റ് ചെയ്യാം. ഇനി നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് 3 പ്രാവശ്യമായിട്ട് ആഡ് ചെയ്ത് പതിയെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കണം. നന്നായി അങ്ങ് ഇളക്കി പോവരുത്. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് നമ്മൾ കേക്ക് ഇളക്കുമ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മെത്തേഡിൽ പതിയെ ഒന്ന് അങ്ങോട്ട് ഇളക്കി കൊടുക്കണം. മിക്സ് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ലാസ്റ്റായിട്ട്
2 ടീസ്പൂൺ വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ കോഫി പൗഡർ മിക്സ് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റ് കിട്ടും. നമ്മുടെ ഐഷുവിൻ്റെ ഫേവറേറ്റ് ആണ് ചോക്ലേറ്റ് കേക്ക്. ഇനി ഒരു കേക്ക് ട്രേ എടുത്തിട്ട് അതൊക്കെ ഒന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഒരു കറക്റ്റ് ഷേപ്പിൽ ബട്ടർ പേപ്പർ ഒന്ന് കട്ട് ചെയ്തിട്ട് സൈഡിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. കേക്ക് ട്രേയിലേക്ക് ഒഴിക്കുന്നതിൻ്റെ കുറച്ച് മുന്നായിട്ട് ലാസ്റ്റ് സ്റ്റേജിൽ നമുക്ക് 1/2 ടീസ്പൂൺ വിനീഗർ കൂടെ ചേർത്ത് ഇളക്കി പെട്ടെന്ന് തന്നെ നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റിയിട്ട് ബേക്ക് ചെയ്യാൻ വെക്കണം. എന്നാൽ നന്നായിട്ട് കേക്ക് സോഫ്റ്റായിട്ട് പൊന്തി വരും. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ബേക്കിംഗ് ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. 180 ഡിഗ്രി സെൽഷ്യസ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഓവനാണ്. ഇതിലേക്ക് കേക്ക് വെച്ച് കൊടുക്കണം. ഇനി കൺവെൻഷൻ മോഡിൽ 180 ഡിഗ്രി സെൽഷ്യസ് 30 മിനിറ്റ്സ് സെറ്റ് ചെയ്തിട്ട് വെക്കണം. 25 to 30 മിനിറ്റ്സ് ആണ് കേക്കിൻ്റെ ബേക്ക് ചെയ്യുന്ന ടൈം. ഞാനിവിടെ 30 മിനിറ്റ്സ് തന്നെ വെച്ചിട്ടുണ്ട്. നമ്മുടെ കേക്ക് പൊങ്ങി നല്ല ലെവലായി തന്നെ വന്നിട്ടുണ്ട്. നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. കേക്ക് നന്നായി കൂളാവണം. ആ സമയം നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പും കൂടെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. 3/4 കപ്പ് വെള്ളത്തിൽ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് മെൽറ്റ് ചെയ്തെടുത്തതാണ്. ഇത് ഫ്രിഡ്ജിലോട്ട് വെക്കാം. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വിസ്കും പാത്രവും ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ വിപ്പിംഗ് പൗഡർ യൂസ് ചെയ്തിട്ട് ക്രീം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. 400 ml പാല് നമ്മുടെ വിപ്പിംഗ് ക്രീം പാക്കറ്റ് ഇട്ട് കൊടുക്കണം. നമ്മൾ വിപ്പിംഗ് പൗഡർ പാക്കറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ അതിൽ തന്നെ നമുക്ക് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എഴുതിയിട്ടുണ്ടാവും എത്ര പാല് യൂസ് ചെയ്യണം എന്നുള്ളത്. അത് നോക്കിയിട്ട് ചെയ്യുക. അല്ലെങ്കിൽ 400 ml വിപ്പിംഗ് ക്രീം അങ്ങനെ തന്നെ വാങ്ങിച്ചിട്ട് ബീറ്റ് ചെയ്താലും മതി. വിപ്പിംഗ് ക്രീം നന്നായി ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രീസ് ചെയ്യാം. താഴെ വെച്ചാൽ മതി, ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല. കേക്ക് ഉണ്ടാക്കുന്നതിൽ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് വിപ്പിംഗ് ക്രീം. കേക്ക് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി ഇത് ഡിമോൾഡ് ചെയ്യാം.
എന്നിട്ട് നമുക്ക് 3 ലെയേഴ്സ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റണം. കണ്ടില്ലേ, കേക്ക് നല്ല സോഫ്റ്റ് ആൻഡ് പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 3 ലെയേഴ്സ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റാം. നമ്മുടെ വിപ്പിംഗ് ക്രീമും സെറ്റായി വന്നിട്ടുണ്ട്. അതും ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് വെക്കാം. ഷുഗർ സിറപ്പും ഇവിടെ റെഡിയാണ്. ഇനി കേക്ക് ഒന്ന് സിമ്പിളായി ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കാം. ഞാൻ വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ള ഷേപ്പിൽ ഡെക്കറേഷൻ ചെയ്തിട്ട് എടുക്കാം. ഞാനിവിടെ സിമ്പിളായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാണ്. എൻ്റെ അടുത്തിവിടെ ടേണിംഗ് ടേബിളൊന്നുമില്ല. ആദ്യം ഫസ്റ്റ് ലെയർ വെക്കാം. എന്നിട്ട് കുറച്ച് ഷുഗർ സിറപ്പ് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ആക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. എന്നിട്ട് സെക്കൻഡ് ലെയർ, അങ്ങനെ 3 ലെയേഴ്സ് ആക്കിയിട്ടാണ് ഞാനിവിടെ കേക്ക് സെറ്റാക്കി എടുക്കുന്നത്. സ്പാച്ചുല വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഫൈനൽ ലെയറും സെറ്റാക്കി ഷുഗർ സിറപ്പും വിപ്പിംഗ് ക്രീമും കംപ്ലീറ്റ്ലി നമുക്കിനി ഇതിലേക്ക് സെറ്റാക്കി എടുക്കാം. പിന്നെ ലാസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ടും കുറച്ച് വിപ്പിംഗ് ക്രീം മാറ്റി വെക്കണം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാനിവിടെ ഒരു വിധത്തിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതൊഴിച്ചിട്ട് നീക്കി കൊടുക്കൊന്നും വേണ്ട, അത് സ്പ്രെഡായി തന്നെ പൊയ്ക്കോളും. കുറച്ച് ചോക്കോ ചിപ്സ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാനൊരു ടൂത്ത് പീക്കിൽ 2 ചെറീസ് വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ സൈഡിൽ കൂടിയും ചോക്ലേറ്റ് സിറപ്പൊക്കെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. ഈ വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫീഡ്ബാക്സും അറിയിക്കുക.
നമ്മൾ ദുബായിലാണ്, ഓരോ നാട്ടിലാണ്. എങ്ങനെയൊക്കെയാണ് നിങ്ങൾ രണ്ടാളും? ഞാൻ റിയുവിനെ നല്ല മിസ് ചെയ്തു. ഇപ്പൊ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു കേക്ക്? സൂപ്പർ. അപ്പൊ ഇതുവരെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ്. ഇനി അങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് പറയും. Like and comment in our comment box, and please don't forget to subscribe. Okay, thank you. Thank you all. Bye bye. Bye bye.